കായംകുളം MSM ഹൈസ്കൂൾ 1988 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അങ്കണം 88 ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കൾക്കായുള്ള മെറിറ്റ് അവാർഡുകളുടെ വിതരണം നടത്തി. ചടങ്ങ് കായംകുളം DYSP ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം MSM ഹൈസ്കൂൾ 1988 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അങ്കണം 88 ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡുകളുടെ വിതരണം നടന്നു. കായംകുളം വ്യാപാര ഭവനിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കായംകുളം DYSP ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകണം, പണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമുക്ക് ചില കൂട്ടുകാർക്ക് അന്ന് ഭക്ഷണം ഇല്ലാഞ്ഞപ്പം നമ്മുടെ കൂട്ടുകാർ തന്നെ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു. എനിക്കറിയാം, ഞാനന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഭക്ഷണത്തിന് ചിലപ്പോൾ കറികളൊന്നുമില്ല. ഇവിടെ സാമെന്നും പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ അമ്മ അത് കണക്കാക്കി കറി കൊടുത്തു വിടുമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ സൗഹൃദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഈ കഴക്കൂട്ടത്ത് ACP ആയിരുന്ന സമയത്ത് ഒരു പരിപാടിക്ക് വിളിച്ചു. ഞങ്ങളുടെ ലിമിറ്റ് അല്ല, പോത്തങ്കോട് ലിമിറ്റാണ്. അവിടെ എന്നെ വിളിച്ചത് എൻ്റെ ഒരു സുഹൃത്ത്, പോലീസിലുണ്ടായിരുന്ന സുഹൃത്താണ് വിളിച്ചത്. അവർക്കൊരു കൂട്ടായ്മ ഉണ്ട്, ഒരു വാട്സാപ്പ് കൂട്ടായ്മ മാത്രമാണ്, വേറെ ഒന്നുമല്ല. പക്ഷെ ആ വാട്സാപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി എന്ന് പറയുന്നത് ഒരു ജില്ലാ കളക്ടർ, ഒരു പോലീസുകാരന്റെ മകളാണ് ജില്ലാ കളക്ടർ അയക്കുന്നത്. IAS എഴുതിയെടുത്ത് 48ാം റാങ്കോട് കൂടി ഒരു പോലീസുകാരന്റെ മകൾക്ക് 48ാം റാങ്കോട് കൂടി കെട്ടുമെങ്കിൽ. പ്രസിഡന്റ് തയ്യിൽ റഷീദ് അധ്യക്ഷനായി. നമ്മുടെ കൂട്ടത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക, അതനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതൊന്നും ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നില്ല, കാരണം എല്ലാം വളരെ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും, പ്രത്യേകിച്ച് ഗൾഫിലുള്ള നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം ഈ ചടങ്ങിൽ നമ്മൾ ഓർക്കുകയാണ്. സെക്രട്ടറി ഷാജു PA സ്വാഗതം പറഞ്ഞു. അംഗങ്ങളുടെ SSLC+2 ബിരുദ വിഭാഗങ്ങളിൽ വിജയികളായ മക്കൾക്ക് മൊമന്റോ ഭാരവാഹികൾ നൽകി. കൂട്ടായ്മയിലെ അംഗം ഷാജിയുടെ മകനും നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ ആളുമായ മുഹമ്മദ് സാലിഹിനെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. കലാപരിപാടികൾ DYSP ബാബുക്കുട്ടൻ കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്തു. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മാസ്റ്റർ മുഹമ്മദ് യാസിന്റെ ഗാനാലാപനവും ഡാൻസും കയ്യടി നേടി. Y ഹാഷിം കവിത ചൊല്ലി. ചടങ്ങിൽ ഷിബു P ഹാഷിം, Y സലീം, ഹുസൈൻ കടമ്പാട്ട്, ഷാനവാസ് മംഗല്യ, ബിജു ബാലൻ, മുഹമ്മദ് അഷ്റഫ്, നിസാർ ഇദ്രീസ്, നിസാം, കൊച്ചുമോൻ, മോഹനൻ, നജി, ഇർഷാദ്, ഷുക്കൂർ B, റഷീദ്, രാജൻ എന്നിവർ സംസാരിച്ചു. വിവിധ ഇനം കലാപരിപാടികളും നടന്നു. FreeDNet ന്യൂസ്, കായംകുളം.